ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഇട്ടത്തേക്ക് ശരിയാവൂല. ഇപ്പോൾ ശരീരത്തിൽ എണ്ണമായി വേണം. എന്താ വാസി? ജംഗ്ഷനില്ല, അതുകൊണ്ട് അങ്ങോട്ട് വരാനാ ചേച്ചി പടാ. ഓ പിന്നെ നീ അറിഞ്ഞില്ലേ ട്രീറ്റ്മെൻറ്റ് കഴിച്ചു ഞാൻ വിശ്രമത്തിലാണെന്ന്? പറ്റില്ല പോടുന്ന് മതി പടാ. ഓ ഒന്നും വിടാ ചാച്ചാ. ഹലോ കൊച്ചടാ പാറു കൊടുക്കാനാ എന്തിന്? വാസികൾ നിന്റെ ഫോൺ തരാൻ. കൊടുക്കാം തട്ടാ. സംസാരി. ഹലോ ഹലോ കട്ടായി. എന്താ മോളെ? ഭാസ്യങ്ങള് എന്താ വിളിച്ചെന്തിന്? അച്ഛനെ ജംഗ്ഷനിലോട്ട് വിളിക്കുന്നു. ഈ ഭാസ്യങ്ങളെ കൊണ്ട് വലിയ മേടാണല്ലോ. അച്ഛന് മര്യാദക്ക് ജോലിക്ക് പോകണം നമ്മൾ ജംഗ്ഷനിലോട്ട് വിളിച്ച് ഈ ഭാസ്യങ്ങൾ തന്നെ കേട്ടോ അച്ഛനെ നശിപ്പിക്കണേ. അങ്ങനെ ഞാൻ കണ്ട് സംസാരിക്കുന്നുണ്ട് അച്ഛാ. അച്ഛൻ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ ഭാസ്യങ്ങളോട് കഷ്ടമല്ല. അച്ഛനെ നല്ല 10 നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനുള്ളതിന് അച്ഛനെ കൊണ്ട് വല്ല ജംഗ്ഷനെ കൊണ്ട് വായ നോക്കി ഇരിക്കാൻ പോണോ? എന്താടാ ഈ ഭാസ്യങ്ങൾ ഭയങ്കര വിഷയമാണമ്മ. ഇപ്പൊ അച്ഛൻ ഒരു പണിയില്ല വീട്ടിൽ ഇരുന്ന സമയത്ത് ഭാസ്യങ്ങളാണ് ഓരോ കുഴപ്പത്തിൽ കൊണ്ട് വിചാരിച്ചത്. ഇപ്പൊ വിളിച്ചേക്കണേ ജംഗ്ഷനിലോട്ട്. വേറെ ഒരു പണിയില്ലേ? ഭാസ്യങ്ങൾ ഒറ്റൊരുത്തനാണ് അച്ഛനെ ഇത്രയും നശിപ്പിക്കണത്. മര്യാദക്ക് ജോലിക്ക് പോകേണ്ട മനുഷ്യനല്ലേ? എന്നിട്ട് അച്ഛനെ വിളിച്ച് ജംഗ്ഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞേക്കുന്ന ഇതാണ് പ്രശ്നം. ഭാസ്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛന് ഇഷ്ടപ്പെടൂല. ഇത് ഞാൻ അങ്ങോട്ട് ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞാൽ വിളിച്ച് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇത്രയല്ലേ ഉള്ളൂ. ഇതിനെ കിടന്ന് ഇങ്ങനെ ചാടേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെയാണെങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇത്രയും നാളായിട്ടും എപ്പോഴെങ്കിലും അളിയ ബാലു അളിയാനാ പറയട്ടെന്നേ. അളിയ ബാലു ഈ കുറെ ദിവസമല്ല ജോലിക്ക് പോയിട്ട് എന്താ ജോലിക്ക് പോകാത്ത എന്ന് ഒരക്ഷരം ചോദിച്ചായിരുന്നോ? ഇല്ല, ചോദിക്കൂല. കാരണമുണ്ട്. അച്ഛൻ ജോലിക്ക് പോരുത്, അതാണ് അങ്ങേറെ ഒരു ലക്ഷ്യം. അങ്ങനെ ഇപ്പൊ നമ്മൾ തോറ്റെടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അച്ഛൻ ജോലിക്ക് പോകണം. അച്ഛാ പെട്ടെന്ന് തന്നെ സമയങ്ങൾ അത്ര റെഡി ആയിട്ട് പോകണം. അതാണ് ഭാസ്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി. അതെ. എനിക്ക് സമയം പോണം. ചെല്ല് ഇപ്പഴാ? പിന്നെ ഇപ്പൊ അല്ലാണ്ട് പിന്നെ അപ്പ ഭാസ്യങ്ങളും നമുക്ക് കാണിച്ചു കൊടുക്കാം. അച്ഛൻ സ്മാർട്ടാണ്, അല്ലാണ്ട് ഭാസ്യങ്ങളെ പോലെ അല്ല. പതുക്കെ അമർത്തല്ലേ, പൂ പോലത്തെ ശരീരമാണ്. അമർത്തല്ലേ. ശരി അച്ഛാ, വരാം പെട്ടെന്നാ. ഭാഗ്യം ഇടയിൽ വന്നാലും ചിലപ്പോ മടി കാണിക്കും. പറയാൻ പറ്റും. സത്യം പറഞ്ഞ അച്ഛൻ പെട്ടുപോയിട്ടാ. അച്ഛനൊട്ടും പ്രതീക്ഷയില്ല നമ്മളെ ഭാസ്യങ്ങളുടെ കാര്യം എടുത്തിടുന്നു. നമ്മൾ ഇതുപോലെ ഒറ്റക്കെട്ടായി നിന്നാ മതിയെന്ന്. സംഭവം തെറ്റാണ്. എന്നാൽ ഇതുപോലൊരു അവതാരം വേറെ എവിടെ ഉണ്ടാവൂല. അമ്മ ഇനിയിപ്പോ അച്ഛനെങ്ങനെ ബാത്റൂമിൽ കയറിയിരിക്കൂ? അത് പറയാൻ പറ്റത്തില്ല കേട്ടാ. സംഭവം സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ. ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ എല്ലാ ദിവസവും പോക്കോളൂ. നമുക്ക് അത് തെറിയാൻ നോക്കാൻ പറ്റില്ല. അപ്പൊ കുളിക്കണ ശബ്ദം കേൾക്കാലോ. ബാ. അയ്യോ കുറ്റിട്ടാ. തള്ളി തുറന്നു. എന്നാലും ചെന്ന് നോക്കാം. കുളിക്കാനായി ശബ്ദം കേൾക്കുമല്ലോ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കിടക്കണ കിടന്ന് ഉറങ്ങണ്. പോവണ്ടേ? അയ്യോ ഭയങ്കര ക്ഷീണം, ഭയങ്കര ക്ഷീണം. കുറച്ച് ക്ഷീണമെന്ന് നിങ്ങൾ എന്റെ റൂമിൽ കൊണ്ടിരുത്ത്. എന്റെ റൂമിൽ കൊണ്ടിരുത്ത്. അച്ഛൻ റൂമില് അവര് കുറച്ചേരം ഇരുന്നോട്ടെ. എന്നിട്ട് റെഡി ആയി പോയിക്കോളൂ അല്ലേ? എന്നാ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അല്ലേ? എന്നെ ഒരു ചെരിപ്പ് അവിടെ വീട് ഞാൻ എടുത്ത് ഓടി പോകൂല. ഇനി എല്ലാരും കുറച്ചുകൂടെ നീങ്ങുന്നേ. അച്ഛന് കുറച്ച് കാറ്റും വെട്ടവും വെളിച്ചമൊക്കെ കിട്ടട്ടെ. അച്ഛൻ ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇരുന്നാണ്ടല്ലോ അച്ഛൻ സെറ്റാണ്. സംശയമാണ്. ഒരു സംശയമില്ല. പോയിട്ട് വാ. പറ്റുന്നത് ഇപ്പൊ തന്നെ മണി എത്രയായി? 9 മണി കഴിഞ്ഞ്. ഇനിയിപ്പോ കുളിച്ച് ആഹാരം കഴിച്ച് ബസ് കയറി സൈറ്റിൽ ചെല്ലുമ്പോൾ മണി 10, 11 മണി 12 മണിയാകും. അത് കുഴപ്പമില്ല. എന്തായാലും ഇത്ര സമയമായി വൈകി. അവ പോയിക്കോ. ഞാനേ എഞ്ചിനീയറെ വിളിച്ച് പറഞ്ഞേക്കാം. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ എഞ്ചിനീയർ വിളിക്കണ്ട.
ഞാൻ അവിടെ ചെന്നെങ്കിൽ അങ്ങനെ എല്ലാ സൈഡിലെ പണിയും കൂടെ എന്റെ തലയിൽ കെട്ടി വെച്ചു തരും. അവരെ വിളിക്കണ്ട, പ്രശ്നം തോന്നില്ലേ? അച്ഛൻ നേരെ സൈറ്റിൽ ചെല്ലുക, ജസ്റ്റ് ഒന്ന് ചുറ്റി തിരികെ ഇങ്ങ് വരിക. ഇവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ലൈവ് ആയിരിക്കും, അറിയാതെ ഹാർഡ് വർക്ക് ചെയ്യും, അതിന് ശരീരത്തെ ബാധിക്കൂടെ. അച്ഛൻ ഒന്ന് ചെന്ന് നോക്കിച്ചാ പോയിപ്പോ അതങ്ങ് ശീലം ഫ്ലോ അങ്ങ് കറക്റ്റ് ആവുന്നു. ഒരു കാര്യം ഞാൻ പറയാട്ടാ, എൻ്റെ ഭർത്താവായോണ്ട് ഞാൻ പൊക്കി പറയുന്നതല്ല. ബാലു ഈ കുട്ടിക്കളിയൊക്കെ കളിച്ച് നടക്കുമെങ്കിലും ജോലിക്ക് ഇറങ്ങിയ ഭ്രാന്തനെ പോലെ ജോലി ചെയ്ത് കളയും. അത് ശരിയാണ് ട്ടാ. എണ്ണീറ്റ് കുളിച്ചാൽ അച്ഛൻ ഫ്രഷ് ആവും. ഓ ഇനിയിപ്പോ ഷേവ് ചെയ്യണം, അത് വലിയ പാട് തന്നെ. എന്തിനു ഷേവ് ചെയ്യണം? അച്ഛന് കുറ്റിത്താടി തന്നെ സൂപ്പർ അടിപൊളി ലുക്ക്, എനിക്കത് ഇഷ്ടം. അത് മാസാണ്, കൊല മാസ്. ആ ബസ് കാത്തിക്കാന്ന് എന്നെ കൂടെ വയ്യടേ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ 200 രൂപ തരാം, ഓട്ടോയ്ക്ക് വയ്ക്കോ. ആ ഇതേ കൂടുതൽ അച്ഛൻ എന്ത് വേണം? കഴിക്കാൻ തോന്നുന്നു. ദോശ. ദോശ ചെയ്ത് കഴിച്ചോണ്ടേ പറ്റുള്ളതേ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു 100 രൂപയും കൂടി തരാം. നിങ്ങൾ ജംഗ്ഷനിലെ കടയില്ലേ അവിടുത്തെ, നിങ്ങൾ ജംഗ്ഷനിലെ കടയിൽ നിന്ന് പുട്ടോ അല്ലെങ്കിൽ ഇടിയപ്പോ വെള്ളയപ്പോ എന്താന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോ. അച്ഛൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? അമ്മ എന്തൊക്കെയാ ചെയ്തു തരുന്നേ? ഉച്ചയ്ക്ക് വെളിയിൽ ചോറ് കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളതേ. അത് കുഴപ്പമില്ല, ഞാൻ ചോറ് പോയി ഒന്നിടാം. കൂട്ടാനും കാണൂല. എന്നാ പിന്നെ ദോശ ഒന്നും ഇടാം. അയ്യോ ദോശ എനിക്ക് വേണ്ട. ആ എന്താ ശരിയാവാത്തത്? അച്ഛന് കുറെ തവണ ഇതിന് മുന്നേ ദോശ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഉച്ചയ്ക്കൊക്കെ. അത് ശരിയാണല്ലോ. അമ്മ വീട് അച്ഛന് കൊണ്ടുള്ള ദോശയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്ക്. ആദ്യപ്പെടുത്തുണ്ടല്ലോ. ഇതെന്തോ ആഴ്ച? ഇന്ന് ബുധനാഴ്ച. അയ്യോ എന്റെ നാളിന് ബുധനാഴ്ച പറ്റൂല, നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റിയ ദിവസമല്ലെന്ന്. അല്ല പറ്റൂല, അത് വേറെ ആരെങ്കിലും വരണമെങ്കിൽ ഓക്കെ ആയിരുന്നു. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, ആ ഇന്ന് വ്യാഴാഴ്ചയാണ്. അയ്യേ അച്ഛൻ ചമ്മിപ്പോയി. അയ്യേ എണീക്കുവാനും ബാ ഓ ബാ. അച്ഛൻ എണീച്ച് പോകുന്നേ വാ. കുളിക്കണമല്ലേ? കുളിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ല അച്ഛൻ. എന്നാലും കുളിക്കാതെ പോണ ശരിയല്ല. അല്ല അത് ശരിയല്ല. പക്ഷെ കുളിക്കാനും മടി. നീ പോ കുളിപ്പിച്ചു തരാൻ പറയോ? ഏയ് ബാ എണീക്ക്. എണീക്ക് അച്ഛാ. ബാ, ബാ. അച്ഛൻ പോയി കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് വാ. സോപ്പൊക്കെ ഉണ്ടല്ലേ? ആ സോപ്പും ബക്കറ്റും വെള്ളം എല്ലാം അവിടെ ഉണ്ട്. നടക്ക് 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 നടക്ക്.